നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ, കാഞ്ഞങ്ങാട്. 2019 പാർലമെൻറ്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ മാർച്ച് ആദ്യവാരം വിജ്ഞാപനം ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. പൗരത്വത്തിന് അപേക്ഷ നൽകുന്നതിനുള്ള പ്രത്യേക പോർട്ടൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സജ്ജമാക്കിയിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ കാറ്റമറൻ ഫെറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വെർച്വൽ ആയി ഉദ്ഘാടനം ചെയ്യും. ഭാവി ഇന്ധന സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ നിർണായക ചുവടുവയ്പ്പാണ് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ കാറ്റമറൻ ഫെറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPMൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആറ്റിങ്ങൽ V. ജോയി MLA, കൊല്ലം M. മുകേഷ് MLA, പത്തനംതിട്ട TM തോമസ് ഐസക്, ആലപ്പുഴ MA ആരിഫ്, AM ആരിഫ്, എറണാകുളം KJ ഷൈൻ, ഇടുക്കി ജോയ്സ് ജോർജ്, ചാലക്കുടി C. രവീന്ദ്രനാഥ്, ആലത്തൂർ മന്ത്രി K. രാധാകൃഷ്ണൻ, പാലക്കാട് PB അംഗം MA വിജയരാഘവൻ, മലപ്പുറം V. വസീഫ്, പൊന്നാനി KS ഹംസ, കോഴിക്കോട് എടമരം കരീം, വടകര KK ശൈലജ MLA, കണ്ണൂർ MV ജയരാജൻ, കാസർഗോഡ് MV ബാലകൃഷ്ണൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. സ്ഥാനാർത്ഥി നിർണയത്തിൽ യുവാക്കൾക്കാണ് പ്രാതിനിധ്യം നൽകിയതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. LDF 20-20 നേടും. BJP അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ മുദ്രാവാക്യം. അതിനായി BJP വിരുദ്ധ വോട്ടുകൾ കൂട്ടിച്ചേർക്കും. എല്ലാവരും പാർട്ടി ചിഹ്നത്തിലാവും മത്സരിക്കുക. ഏതു പ്രതിസന്ധിയിലും ഉലയാതെ നിൽക്കുന്ന മതനിരപേക്ഷതയാണ് ഇടതുപക്ഷത്തിൻ്റെ ഗ്യാരണ്ടിയെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ മാർച്ച് 3 ഞായറാഴ്ച 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴി പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഹൈക്കോടതി ഉത്തരവിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതികൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതോടൊപ്പം TPയുടെ ഭാര്യ KK രമയ്ക്ക് 7.5 ലക്ഷം രൂപയും മകന് 5 ലക്ഷം രൂപയും പ്രതികൾ നൽകണം. ഇരട്ട ജീവപര്യന്തം കിട്ടിയ പ്രതികൾക്ക് അടുത്ത 20 വർഷത്തേക്ക് പരോൾ നൽകരുതെന്നും ഹൈക്കോടതി വിധിയിലുണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട PK കുഞ്ഞനന്ദൻ മരിച്ചെന്ന് കരുതി പിഴ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനാകില്ലെന്ന് ഹൈക്കോടതി. വിചാരണ കോടതി വിധിച്ച പിഴ സംഖ്യ കുടുംബത്തിൽ നിന്ന് ഈടാക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. താനും ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണെന്നും തൻ്റെ ജീവനും ഇനി ഭീഷണി ഉണ്ടാവരുതെന്നും KK രമ MLA. അതിന് TP വധക്കേസിലെ വിധി സഹായകരമാകണമെന്ന് KK രമയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പറഞ്ഞു. വടകര തിരിച്ചുപിടിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി KK ശൈലജ. മുൻപ് പ്രവർത്തിച്ചതുപോലെ ഇനിയും മുന്നോട്ട് പോകും. TP കേസ് മണ്ഡലത്തിൽ ചർച്ചയാവില്ലെന്നും RMPയുടെ പ്രവർത്തനം LDFൻ്റെ ജയത്തെ ബാധിക്കില്ലെന്നും ശൈലജ പറഞ്ഞു. ആലത്തൂരിൽ കൂടുതലും ഇടതുപക്ഷ ചിന്തയുള്ളവരാണെന്ന് K. രാധാകൃഷ്ണൻ. ജനങ്ങളിൽ വിശ്വാസമുണ്ട്. പാർട്ടി തീരുമാനിച്ചതനുസരിച്ചാണ് സ്ഥാനാർത്ഥിയാകുന്നത്. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം നിറവേറ്റും. വ്യക്തിപരമായല്ല ആശയപരമായാണ് മത്സരം വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. വന്യജീവി ആക്രമണം വർദ്ധിക്കുന്ന മുന്നാറിൽ കൺട്രോൾ റൂം തുറക്കും. വനം മന്ത്രി AK ശശീന്ദ്രൻ്റെ യോഗത്തിലാണ് തീരുമാനം. യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിനും പങ്കെടുത്തു. വയനാട് മാതൃകയിൽ RRT സംവിധാനം ഏർപ്പെടുത്താനാണ് തീരുമാനം. മുഴുവൻ സമയ നിരീക്ഷണം ഏർപ്പെടുത്തും. വനം മേധാവി, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തുടങ്ങിയവർ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. തിയേറ്ററുകളിൽ മലയാള സിനിമകൾ റിലീസ് ചെയ്യില്ലെന്ന നിലപാട് മാറ്റി ഫിയോക്. മലയാള സിനിമയുടെ
റിലീസ് തുടരുമെന്നും അറിയിച്ചു. കൈക്കൂലി വാങ്ങവേ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര വില്ലേജ് ഓഫീസിലെ വില്ലേജ് അസിസ്റ്റന്റ് വിനോദും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അശോകനും വിജിലൻസ് പിടിയിൽ. 5000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് ഇവർ വിജിലൻസിൻ്റെ പിടിയിലായത്. പ്രധാന വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. മാസം 1000 രൂപ വീതമടച്ച് RO, UV, UF